എല്ലാവർക്കും KM TV-യുടെ കർണാട്ടിക് വയലിൻ ലെസൺ 53-ലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കമാസ് എന്ന സ്വരജതിയുടെ ചരണങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പം കമാസ് രാഗത്തിലുള്ള ഈ സ്വരജതിയുടെ മൂന്നാമത്തെ ചരണമാണ് നമ്മളിപ്പം ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്വരം ഇതാണ്: നിസ നിദ പ മ ഗ മ പ പദ നിദ പ മ ഗ ഗ മ മനിദ നിദ പദ നി. അപ്പോൾ അതിൻ്റെ സാഹിത്യം എന്ന് പറയുന്നത് ഇതാണ്: സ്ഥിര മധുര പുരമുന വരമൂല സഗുഹരുനി നിരത മുനു തലച്ചി. ഇതാണ് അതിൻ്റെ സാഹിത്യം. ഇത്രയേ ഉള്ളൂ. പാട്ട് എനിക്ക് വലുതായിട്ട് എൻ്റെ അറിയത്തില്ല. അപ്പം നമ്മളത് വായിക്കുന്നത് നോക്കണം. ഈ നീ എന്ന് തുടങ്ങുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നീ ചെറുത് വെക്കണം. അപ്പൊ കൈ ഒരു ശകലം അകത്തി പോലും നീ വെച്ചാൽ അത് വിഷയമാകും. അപ്പം ഒന്നുകൂടെ നമുക്ക് നോക്കാം. അത് ഒരു തവണ വായിച്ച് വീണ്ടും ആ പല്ലവിയിലേക്ക് പോകണം. സാ നി ദ പ മ ഗ മ ഗ മ പ ദ നി. ഇങ്ങനെ വായിക്കണം. അപ്പൊ ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ സ്വരം വെച്ച് കാണിക്കാം. നി സ നി ദ പ മ ഗ മ പ. ഓപ്പൺ. അപ്പം ഒറിജിനലായിട്ട് അത് വായിക്കേണ്ടത് ഇങ്ങനെ വേണം ഇത് വായിക്കാൻ. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പല്ലവി വായിക്കണം. ശേഷം നമ്മൾ പോകേണ്ടത് നാലാമത്തെ ചരണസ്വരത്തിലേക്കാണ്. അത് ഇപ്രകാരമാണ്: സ സ നി നി ദ ദ പ മ ഗ മ പ മ പദ നി ദ മ ഗ മ പദ നി സ മ ഗ രി സ സ സ രി സ സ നി 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 സ നി ദ ദ ദ പദ പ മ പ പ സ മ ഗ സ മ മ ഗ പ പ മ ദ ദ പ നി നി ദ രി രി നി സ സ നി സ നി ദ പ മ പ മ പ ദ പ ദ നി ദ നി സ നി സാ രി സ രി സ നി സ രി സ നി ദ പ മ
ഗമ പദനി സനി രി സ സരി നി സദനി പദമ ദ പ മ ഗ മ പദനി. അതിനുശേഷം വീണ്ടും സ നി ദ പ മ ഗ മ ഗ മ പദനി. അപ്പം ആദ്യത്തെ നാലാമത്തെ ആദ്യത്തെ രണ്ട് ലൈൻ സ സ നി മൂന്ന് ലൈൻ ഞാൻ വായിച്ചു. അപ്പൊ ആദ്യത്തെ സ്വരം എന്ന് പറയുന്നത് സ സ നി നി ദ ദ പ മ ഗ മ പ മ പ ദ നി ദ മ ഗ മ പ ദ നി. അത് കഴിഞ്ഞാല് നമുക്ക് പിന്നെ വായിക്കേണ്ടത് മേളിലോട്ടുള്ളത് താരസ്ഥായില്ല. സമ കണ്ടോ? ഒന്നുകൂടെ ഞാൻ കാണിക്കാം. സ മ. ഈ മൂന്ന് വരെയുള്ളപ്പോൾ ഒരു സംശയം വരും. ഞാൻ പറഞ്ഞായിരുന്നു താരസ്ഥായി സരിഗമ വായിക്കേണ്ടത് സ രി ഗ മ ഇങ്ങനെ വേണം. അപ്പം കൈ അകന്നിരിക്കണം. ആദ്യത്തെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും സ സ മ ഗ രി സ സ. അപ്പം അങ്ങനെ വായിച്ചാലേ അത് കിട്ടും. ഒന്നുകൂടെ ഞാനത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതാണ് സ മ മ ഗ പ പ മ ദ ദ പ നീ നി ദ രി രി നി സ സ നി സ നി ദ പ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. സ മ മ ഗ പ പ മ ദ ദ പ നീ നി ദ. ആ ദരീന്ന് വായിക്കുന്നത് ദാ വെച്ചു. കൈ ഇച്ചിരി അകത്തി വെക്കുക. നേരെ രീതിയിലേക്ക് പോവാ. മേൽസ്ഥായി ദരീ. കണ്ടോ? ഒന്നുകൂടെ കാണിക്കാം. ദരീ. വീണ്ടും കൈ താഴോട്ട് പോകണം. നീ സ സ നീ സ നീ ദ പ. അങ്ങനെ വായിക്കണം. അത് കഴിഞ്ഞ് മ പ മ പ ദ പ ദ നി ദ നീ സ നി സ രി സ രി സ നി സ രി സ നി ദ പ മ. അപ്പം നമുക്ക് അവിടെ നോക്കണ്ട. മ പ മ പ ദ പ ദ നി ദ നി സ നി സ രി സ രി സ നി സ രി സ നി ദ പ മ. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഗ മ പ ദ നി സ നി രി സ സ രി
നി സ ധ നി പ ധ മ ധ പ മ ഗ മ പ ധ നി. അവസാനത്തെ 2 ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ പോണത് സ നി ധ പ പല്ലവി മ ഗ മ ഗ മ പ ധ നി. അപ്പം ഗ മ പ ധ നി സ നി രി സ സ നി നി സ ധ നി പ ധ മ ധ പ മ ഗ മ പ ധ നി സ നി ധ പ മ ഗ മ ഗ മ പ ധ നി. ഇത്രയും വായിച്ച് വേണം നിർത്താൻ. 5 ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നില്ല. 5 ചരണം 5 നമ്മൾ അടുത്ത ക്ലാസ്സിലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച ഒന്നുകൂടെ നോക്കാം. മൂന്നാമത്തെ നാലാമത്തെ അപ്പം അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് 5ാമത്തെ ചരണം പഠിക്കാം. ഞാൻ വളരെ സ്ലോയിലാണ് ഇത് വായിച്ച് കാണിച്ചു. ഇതിന്റെ ഒറിജിനൽ സ്പീഡും മറ്റും ഇത് തീർന്നതിന് ശേഷം ഇതിന്റെ ഫിംഗറിങ്ങിനകത്ത് ശകലം മാറ്റം വരുത്തി വേണം നമുക്ക് വായിക്കാൻ. എങ്കിലേ ആ കറക്റ്റായിട്ടുള്ള ഇതിൽ കിട്ടത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് 5 കൂടെ പഠിച്ചതിന് ശേഷം ചെയ്യാം. ഇതിലെ നീ എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ്, ചെറിയ നീയ. ആ ചെറിയ നീ തന്നെ വന്നെങ്കിലേ ഈ കമാസിന്റെ ആ ഒരു സുഖം നമുക്ക് കിട്ടത്തുള്ളൂ. ഉദാഹരണം, നീ ഇങ്ങനെ വെക്കുക അകത്തി, ആ എന്നൊന്നും കിട്ടത്തില്ല. ഈ നീ വായിച്ചു കഴിഞ്ഞാൽ ശരിയാകുകയില്ല. ഇത് തന്നെ വേണം. അപ്പം അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, 3 പേരെന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അതിൽ ഓരോന്നിനും ഞാൻ മറുപടി പറയാം. ആളിന്റെ പേരൊന്നും ഞാൻ പറയത്തില്ല. ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, സാറേ ഇത് നമ്മുടെ തോളിൽ വെച്ച് വായിക്കാമോ കർണാട്ടിക് മ്യൂസിക്? തീർച്ചയായിട്ടും വായിക്കാം. നിങ്ങളെല്ലാവരും അങ്ങനെ കൂടെ ഇത് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ അതിന് ഷോൾഡർ റെസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം വേണം, അത് വേണം. രണ്ടാമത് എന്നോട് ചോദിച്ച കാര്യം, ഇലക്ട്രിക് വയലിനിൽ വായിക്കാമോ? ഇലക്ട്രിക് വയലിനും ഇതെല്ലാം വായിക്കുക. ഇലക്ട്രിക് വയലിനും പിന്നെ വയലിന് വ്യത്യാസമൊന്നുമില്ല. അതിനകത്തൊരു ആംപ്ലിഫയർ ഉണ്ട്, അതേ ഉള്ളൂ. പക്ഷേ പഠിക്കുന്നവർ
അക്വസ്റ്റിക് വയലിൻ തന്നെ, ഈ ടൈപ്പ് വയലിൻ തന്നെ പഠിക്കണം. കച്ചേരികൾക്കൊന്നും ഇലക്ട്രിക് വയലിൻ എടുക്കത്തില്ല. പിന്നെ നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അതിൽ വായിക്കാനാണെങ്കിൽ മാത്രമാണ് ഇലക്ട്രിക് വയലിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. പിന്നെ ഞാനിവിടെ സ്റ്റാൻഡും ബുക്കും കൂടെ വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഒന്നും മിസ്സാകരുത്. അപ്പോൾ റെഫറൻസിന് വേണ്ടിയിട്ടാണ് അത് വെച്ചത്. അല്ല ഇടയ്ക്ക് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾ വരും, സാറേ ആ നോട്ട് പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്ക് വെച്ചത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വയലിൻ പ്ലേ ചെയ്യുമ്പം പലപ്പോഴും ഈ നോട്ടുകൾ ഒന്നും രണ്ടും ഒക്കെ മാറുക എന്ന് പറഞ്ഞാൽ മിസ്സാവാറുണ്ട്. അത് കവർ ചെയ്യാൻ നമ്മൾ പഠിക്കണം, അല്ലാതെ അവിടെ നമ്മൾ വയലിൻ സ്റ്റോപ്പ് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അങ്ങനെ നമ്മളിത് വായിച്ച് നല്ല വൃത്തിക്ക് ഇത് പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ശരിയായിട്ട് വായിക്കാൻ ഒക്കൂ. അടുത്ത ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ക്ലാസ് കണ്ട ഇത് ഇഷ്ടപ്പെടുന്നത്, എൻ്റെ കഴിവിൻ്റെ പരമാവധി, എഫേർട്ടിൻ്റെ പരമാവധി ഞാൻ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നല്ല രീതിക്ക് വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടുന്നതും വരെ ഞാൻ അജയകുമാർ ജി നിങ്ങളോടെല്ലാം തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.